നിന്നാണ് ആലപ്പുഴ സുഭദ്ര വധക്കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭ്യമായതായി ന്യൂസ് 8 റിപ്പോർട്ട് ചെയ്യുന്നു. സുഭദ്രയെ കൊലപ്പെടുത്തിയ മുറിയിൽ നിന്ന് ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തി. കൊലപാതക ശേഷം വീട് തുടച്ചു വൃത്തിയാക്കിയിരുന്നുവെങ്കിലും തെളിവുകൾ അവശേഷിക്കുകയായിരുന്നു. കൊലപാതകം നടന്ന ഒരു മാസത്തിനു ശേഷം മൃതദേഹം കണ്ടെത്തിയ കേസിലാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവുകൾ ലഭ്യമായത്. സുഭദ്ര കൊല്ലപ്പെട്ട വീടിന്റെ സ്വീകരണ മുറിയോട് ചേർന്നുള്ള മുറിയിൽ കട്ടിലിനടിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് രക്തക്കറ കണ്ടെത്താനായത്. ആവശ്യത്തിന് സാമ്പിളുകൾ ശേഖരിക്കാനും ഫോറൻസിക് പരിശോധകർക്കായി. കൊലപാതക ശേഷം വീട് മാത്യൂസും ഷർമിളയും ചേർന്ന് തുടച്ച് വൃത്തിയാക്കിയിരുന്നു. എന്നിട്ടും സുപ്രധാന തെളിവുകൾ അവശേഷിച്ചു. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നും കൊലപാതക സമയത്ത് രക്തം പുരണ്ടതെന്ന് കണ്ട് പ്രതികൾ ഉപേക്ഷിച്ച തലയിണ കണ്ടെത്തിയിരുന്നു. എന്നാൽ വെള്ളത്തിൽ കിടന്ന തലയിണയിൽ നിന്ന് പരിശോധനയിൽ രക്തസാമ്പിളുകൾ കണ്ടെത്താനായില്ല. 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് അന്വേഷണ സംഘത്തിന് പ്രതികളെ വിട്ടുകിട്ടിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ കേസിലെ 3ാം പ്രതിയും മാത്യുവിന്റെയും ഷർമിളയുടെയും അടുത്ത സുഹൃത്തുമായ റെയ്നോൾഡുമായി സുഭദ്രയ്ക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതികൾ വ്യക്തമാക്കി. അതേസമയം കൊലപാതക ശേഷം പ്രതികൾ കടന്ന കർണാടക ഉടുപ്പിയിലേക്ക് മണ്ണഞ്ചേരി CI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി തന്നെ തെളിവെടുപ്പിനായി പുറപ്പെട്ടു. ഉടുപ്പിയിൽ വിവിധയിടങ്ങളിലായി പ്രതികൾ വിറ്റ സുഭദ്രയുടെ സ്വർണവും കണ്ടെടുക്കേണ്ടതായുണ്ട്. ഉടുപ്പിക്ക് പുറമെ എറണാകുളത്ത് ഒളിവിൽ താമസിച്ചെടുത്തും പ്രതികളെ എത്തിക്കും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. സുഭദ്ര വധക്കേസിലെ നിർണായക തെളിവുകളാണ് ശരണ്യ സ്നേഹം ചെയ്തു. ശരണ്യ, നമ്മൾ ഇന്നലെ ഈ പ്രതിയായ അവരുടെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ കോടതിക്ക് അവിടെയും ഒപ്പം ഈ തെളിവെടുപ്പ് സ്ഥലത്തുമൊക്കെ കണ്ടിരുന്നതാണ്. അവിടെ ഈ തെളിവുകൾ താനല്ല ഈ കൃത്യം ചെയ്തതെന്ന് പറയുമ്പോഴും തനിക്ക് പങ്കാളിത്തമില്ല എന്ന് പറയുമ്പോഴും തെളിവുകൾ സംസാരിക്കുകയാണ്. കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് അതിനാവശ്യമായ കാര്യങ്ങൾ ഇന്നലത്തെ പരിശോധനയിൽ ലഭ്യമായി എന്ന് വേണ്ടേ കരുതാൻ? അതെ രഞ്ജിത്ത്, കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഭദ്രയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ച 1 മാസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം നടന്ന് ഒരുപാട് വൈകിയാണ് ഈ കേസിൽ സുഭദ്ര കൊല്ലപ്പെട്ടുവെന്നും അവരെ കുഴിച്ചു മൂടി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാവുകയും അവരെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. പലതവണ ഈ ഘട്ടത്തിൽ മാത്യുവും ഷർമിളയും ഈ വാടക വീട്ടിലെത്തുകയും ഈ വാടക വീട് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പരാതി ഒരു മിസ്സിംഗ് കേസായി വന്ന പരാതിയാണ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിലേക്ക് എത്തുകയും അവരത് 2 ദിവസത്തിനുള്ളിൽ തന്നെ കൊലപാതകമാണ് നടന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് 6 ദിവസത്തിൽ തന്നെ അവർക്ക് പ്രതികളെ പിടിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷെ ഈ കേസിനകത്ത് പ്രധാനമായും 1 മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് പുറമെയുള്ള പരിക്കുകൾ കണ്ടെത്താനാകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതിക്രൂരമായ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അവരുടെ വാരിയെല്ലുകൾ ഉൾപ്പെടെ തകർന്നുവെന്നും ആക്രമണത്തിൽ കഴുത്തൊടിഞ്ഞിട്ടുണ്ടെന്നുമുള്ളതൊക്കെ ഫോറൻസിക് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് കൊലപാതകം നടന്ന ഇതിനകത്ത് ദൃക്സാക്ഷികളായി മാത്യു ഷർമിളയും മാത്രമുള്ളൂ. മറ്റാരും ദൃക്സാക്ഷികളായി ഇല്ലാത്തൊരു കേസാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച്. പക്ഷേ ആ വീടിനകത്ത് നിന്ന് തെളിവുകൾ അവശേഷിച്ചു എന്നുള്ളതാണ്. ഇവർ പലതവണ ആ വീട് കഴുകി വൃത്തിയാക്കിയെങ്കിലും ആ സ്വീകരണ മുറിയോട് ചേർന്ന് അതിനകത്ത് ഉള്ള മുറിയിൽ ഈ സുഭദ്രയെ ചവിട്ടി താഴെയിട്ട കട്ടിലിന് അടിഭാഗത്തായി രക്തമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രക്തക്കറയുടെ സാമ്പിളുകൾ പരമാവധി, അതായത് ശാസ്ത്രീയമായി തെളിവെടുപ്പിൽ ഏറ്റവും ആ കേസിൽ ബലം നൽകുന്നതാണ് ഈ രക്തസാമ്പിളുകൾ കണ്ടെത്തിയത്. ആ രക്തസാമ്പിളുകൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്താൻ ഫോറൻസിക് വിഭാഗത്തിന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിന്നും ഈ സുഭദ്രയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞിരുന്നു. അത് കത്തിച്ചു കളഞ്ഞ ആ വസ്ത്രങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാനും അന്വേഷണ സംഘത്തിന് ആയിട്ടുണ്ട്. പക്ഷെ ഒരു തലയിണ, രക്തം പുരണ്ടൊരു തലയിണ ഇവരൊരു തൊട്ടടുത്തുള്ള ഒരു തോട്ടിൽ, ആദ്യം 2 തലയിണകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം കത്തിച്ചു കളഞ്ഞു. പിന്നീട് രണ്ടാമതെത്തിയപ്പോൾ മറ്റൊരു തലയിണയിൽ കൂടി രക്തക്കറ ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ അത് കത്തിച്ചു കളയാൻ നിൽക്കാതെ ഒരു തോട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ആ തോട്ടിൽ ഉപേക്ഷിച്ച തലയിണ പക്ഷെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് അതിൽ നിന്നും രക്തസാമ്പിളുകൾ പോലീസിന് ലഭ്യമായിരുന്നില്ല.
പക്ഷേ ഈ കട്ടിലിനടിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തക്കറ കണ്ടെത്താനായി ഫോറൻസിക് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പ്രത്യേകിച്ച് ഒരു മാസത്തിന് ശേഷം ഇങ്ങനൊരു തെളിവ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോ ഈ ഉടുപ്പിയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അവര് സുഭദ്രയും മാത്യുവും ചേർന്ന് പലയിടങ്ങളിലായി ഉടുപ്പിയിൽ സ്വർണം വിറ്റിട്ടുണ്ട്. ആ സ്വർണം വിറ്റത് കണ്ടെത്തുന്നതിന് വേണ്ടി ആണ് അന്വേഷണ സംഘം പോയിട്ടുള്ളത്. മണ്ണഞ്ചേരി സീയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഉടുപ്പിയിൽ പരിശോധന നടത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. തിരിച്ചിവർ എറണാകുളത്തെത്തും. എറണാകുളത്താണ് ഉടുപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർ ഒളിവിൽ കഴിഞ്ഞത്. അവിടെയും തെളിവെടുപ്പ് ഉണ്ടാകും. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.